പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വീണ്ടും അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ സൈനിക മേധാവി വിഷം തുപ്പിയിരിക്കുകയാണ്. ബലൂചിസ്ഥാന് പിന്നിൽ ഇന്ത്യയാണ്, ബലൂചിസ്ഥാനെ സഹായിക്കുന്നത് മുഴുവൻ ഇന്ത്യയാണ് എന്നാണ് അസീം മുനീർ വീണ്ടും പറഞ്ഞ് രംഗത്തെത്തുന്നത്. ഇത്തരത്തിൽ ഒരു സഹായവും ഇന്ത്യ ചെയ്യുന്നതായി ഇന്ത്യ ഗവൺമെന്റോ അതിൻ്റെ ഉദ്യോഗസ്ഥരോ ഇന്ന് വരെ ഒരു സ്ഥിരീകരണം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് വീണ്ടും ഇന്ത്യക്ക് മേൽ പടിയുമായി അസീം മുനീർ വരുന്നത്? പാകിസ്ഥാൻ്റെ ഒരു കണ്ണിലെ കരടായി ബലൂചിസ്ഥാൻ ലിബറലേഷൻ ആർമി എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞു. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്നതാണ്. അതിനുവേണ്ടി അവർ സായുധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഈ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രം എന്ന നിലക്ക് പാകിസ്ഥാൻ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലായാലും അങ്ങനെയാണ്. നേരത്തെ നമുക്കറിയാം ഖാലിസ്ഥാൻ വാദമായിട്ട് ബിന്ദ്രൻവാലെ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ സായുധ പോരാട്ടം നടത്തിയ സമയത്ത് നമ്മളതിനെ തീർത്ത് കളയാണ് ചെയ്തത്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനാണ് ആ തീർക്കല്ല. അതിൻ്റെ ഒരു അനന്തരഫലമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വധത്തിലൊക്കെ കലാശിച്ചെന്നുള്ള നമുക്കറിയാം. അപ്പോൾ അത്ര രൂക്ഷമായ സംഭവമാണ് ഒരു രാഷ്ട്രത്തിനകത്ത് ഒരു പ്രദേശം, ഒരു പ്രവിശ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് സായുധ പോരാട്ടം നടത്തുന്നവരാണ്. നമ്മൾ ഈ യുദ്ധം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ച സമയത്ത് നമ്മൾ കരുതിയിരുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാനെ വിമോചിപ്പിക്കുമെന്നാണ് കരുതിയത്. അത് സ്വതന്ത്ര പ്രദേശമായിട്ട് മാറും. അതിനാവശ്യമായിട്ടുള്ള സഹായം രഹസ്യമായൊക്കെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇന്ത്യ നേരിട്ട് അതിൻ്റെ അകത്ത് ഒരിക്കലും ഇടപെടുന്നത് ശരിയുമല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇടപെടാതിരുന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൽ കയറി നമ്മളെ ഉപദ്രവിക്കുകയും ഭീകരപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന് എതിരെ നമുക്ക് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. അങ്ങനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ആവശ്യമായ സഹായം നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരമില്ലാതെ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ യുദ്ധത്തിൻ്റെ ആ ഘട്ടത്തിൽ പാകിസ്ഥാനെ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ പാക് ഫോഴ്സിന് മുഴുവനും എന്നുവെച്ചാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് മുഴുവനും ബലൂചിസ്ഥാനിൻ്റെ ചുറ്റുമായിട്ട് നിലയുറപ്പിക്കാനും അതിനെ വളഞ്ഞു വെക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത്തിരി പ്രയാസത്തിലാണ്. ശരിക്കും പറഞ്ഞിട്ട് പ്രയാസത്തിലാക്കാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞു. കാരണം മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിൻ്റെ ഫലമായി ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പെട്ടെന്ന് യുദ്ധം അവസാനിച്ചതിൻ്റെ ഫലമായിട്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നില്ല. മാത്രമല്ല അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവി പറയുന്ന പോലെ അവരുടെ ഫോഴ്സ് മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ച് അവരെ ബിലിറ്റിൽ അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ BLA കുറിച്ചൊന്നും അധികം കാര്യമായിട്ട് കേൾക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതിൻ്റെ അപകടം പാകിസ്ഥാൻ മണത്ത് കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ അത് ശക്തമായിട്ട് ഇതിനെ നേരിടാനായിട്ട് അവരുടെ സൈന്യ നീക്കങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിൽ ജനങ്ങളെ ഭീകരമായിട്ടുള്ള രീതിയിൽ പട്ടാളം വേട്ടയാടുന്നൊരു സാഹചര്യം വരെയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയാണ് എന്നുവെച്ചാൽ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാനികൾക്ക്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് പീഡനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പീഡനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പാക് മേധാവി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതവർക്ക് പറഞ്ഞേ പറ്റൂ. പാകിസ്ഥാനിലുള്ള മറ്റ് പ്രവിശ്യകളിലുള്ള ആളുകൾ മുഴുവനും പാകിസ്ഥാനൊപ്പം നിർത്താൻ വേണ്ടി നടത്തുന്ന തന്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയായിട്ട് മാത്രമേ അതിനെ കണക്കാക്കേണ്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അസീം മുനീർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബലൂചിസ്ഥാനിൽ സജീവമായ തീവ്രവാദികൾ ഇന്ത്യയുടെ പോക്സികളാണ്. ഈ ആളുകൾ ബലൂചിസ്ഥാൻ അല്ല, അവർക്ക് ബലൂചിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല. 1947 ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിച്ചപ്പോൾ സിന്ധു നദീതട സംവിധാനം ഒരു സംഘർഷ കേന്ദ്രമായി മാറി. സിന്ധു നദി 2 രാജ്യങ്ങളിലൂടെയും ഒഴുകുന്നു. ഈ നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുകയും അഫ്ഗാനിസ്ഥാനെയും ചൈനയെയും സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. 1948 ഇന്ത്യ കുറച്ചു കാലത്തേക്ക് പാകിസ്ഥാന് വെള്ളം നൽകുന്നത് നിർത്തി. പിന്നീട് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം നൽകുന്നില്ലെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ പരാതിപ്പെട്ടു.
സഹായം തേടാൻ ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചു. ഇത് ലോകബാങ്കിനെ മധ്യസ്ഥതയിലേക്ക് നയിച്ചു. ഈ കാരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പാകിസ്ഥാനിലെ ബലൂച്ച് വിമതരും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഈ സമയത്ത് പാകിസ്ഥാന് സ്വന്തം നാട്ടിൽ വിമതരുമായി പോരാടേണ്ടി വന്നു. ബലൂച്ച് വിമതരെ കുറിച്ച് മുനീർ പറഞ്ഞത് അവർ ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പ്രോക്സികളായി പ്രവർത്തിക്കുന്നു എന്നാണ്. അതായത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യയാണ്. പാകിസ്ഥാനിലെ 24 കോടി ജനങ്ങളായ ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തുകയുമില്ല, ഇന്ത്യയെ നേരിടാൻ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ഏത് വിധത്തിലുള്ള മുന്നേറ്റത്തിനും ഞങ്ങൾ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് അസീം മുനീർ പറയാതെ പറയുന്നത്. അങ്ങനെ അസീം മുനീർ പറയുന്നതിന് കാരണമുണ്ട്. പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം പാക് ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള സംഘർഷത്തിൽ ഒരു തുല്യ സ്ഥാനം പാകിസ്ഥാനുണ്ട് എന്ന ഒരു ബോധം പാക് ജനതയുടെ ഇടയ്ക്ക് സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം യുദ്ധം പെട്ടെന്ന് നിന്നല്ലോ. അങ്ങനെ നിന്ന സമയത്ത് നമ്മളവരെ അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ യുദ്ധത്തിൽ നിന്ന് പിന്നോടി അല്ലെങ്കിൽ പിന്മാറി എന്ന നിലക്ക് സംസാരിക്കുകയാണ്. അത് ഏത് രാജ്യത്തിൻ്റെയും ഒരു ടാക്ടിക്സ് മാത്രമാണ്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും പാകിസ്ഥാനികളോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പാക് പട്ടാളം നടത്തുന്ന പ്രചരണത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇദ്ദേഹം അസീം മുനീറിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭാഷണം വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലെ ഈ വിമത പോരാട്ടം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതാണ് ആ വിഷയം. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഇവിടെ എല്ലാവിധമായ പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തി ഇന്ത്യൻ പോരാളികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് പകരം വരുന്ന മറ്റൊരാൾ, ഡെമ്മി എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ചിട്ടി വിളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പോകാൻ നേരമില്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് സൈൻ ചെയ്ത് കൊടുക്കും, എനിക്ക് വേണ്ടി ഇയാളെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന, അതിനാണ് പ്രോക്സി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പ്രോക്സി അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവിടെ എവിടെ നിന്ന് കൂലിക്കെടുത്തിരിക്കുന്നതായിട്ടുള്ള പട്ടാളക്കാരാണ് അല്ലെങ്കിൽ സായുധ പോരാളികളാണ് പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പാകിസ്ഥാൻ നിരന്തരമായി പറഞ്ഞു. അവരുടെ ഔദ്യോഗിക ഭാഷ്യമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അത് ബലൂചിസ്ഥാനിൽ തന്നെ വിമതരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഏത് രാഷ്ട്രത്തിലും അങ്ങനെ സംഭവിക്കാത്ത, നമ്മളിവിടെ ഖാലിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിഖുകാരങ്ങനെ പെരുമാറിയതാണ്. അത് പിന്നെ നമുക്ക് തിരുത്താനും നമ്മുടെ ഒപ്പം കൊണ്ടു നടക്കാനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കാനും കഴിയും. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഭയപ്പെടേണ്ടതുണ്ട്. പാകിസ്ഥാൻ ചെയ്യേണ്ടത് അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണ്, രാഷ്ട്രീയ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ പഹൽഗാം എന്ന് പറയുന്ന ഭീകരാക്രമണത്തിന് ശേഷമുള്ള കാലം ഇന്ത്യയും പാകിസ്ഥാനും വളരെ ശത്രുതാപരമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തേണ്ടതൊരു ആവശ്യമാണ്. നമ്മളിപ്പോൾ ദൗത്യ സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച് നമ്മളുടെ അഭിപ്രായം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ പാകിസ്ഥാനിൻ്റെ പട്ടാള മേധാവി അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ബലൂചിസ്ഥാനിൽ വരുന്ന വാർത്തയുടെ അടിത്തറ.